പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ആദ്യ വാർത്ത. ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് മുഖ്യമന്ത്രി. നവകേരള സദസ്സിനിടെയുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് മർദ്ദനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് വീണ്ടും മുഖ്യമന്ത്രി. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസ് നടപടി ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. കേസിൽ നോട്ടീസ് ലഭിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്ന് ഹാജരായില്ല. യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ച സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് UDF MLA-മാർ നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ചോദ്യമായി ഉന്നയിച്ചത്. ജനാധിപത്യ സമരങ്ങൾക്ക് നേരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രതിഷേധിച്ചതിന്റെ പേരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി. സമരക്കാരുടെ തലക്കടിക്കാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയുടെ അടുത്തേക്ക് അനധികൃതമായി നീങ്ങിയാൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറുന്നതും ബൂട്ടിട്ട് മുടിയിൽ ചവിട്ടുന്നതുമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിനിടെ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ജോലി തിരക്ക് മൂലം ഹാജരാകാൻ കഴിയില്ലെന്ന് കാണിച്ച് ആലപ്പുഴ പോലീസിന് ഇമെയിൽ അയച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്നു ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ S. സന്ദീപിനും പോലീസ് നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിക്കൊപ്പം ഡ്യൂട്ടിയിലാണെന്ന വിശദീകരണമാണ് പോലീസിന് നൽകിയത്. തിരക്കില്ലാത്ത മറ്റൊരു ദിവസം ഹാജരാകാമെന്ന ഇരുവരുടെയും വാദം പോലീസ് അംഗീകരിക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും ഗൺമാനെതിരെ നിയമ നടപടി തുടരുമെന്നും K. മുരളീധരൻ MP. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പോലീസ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത്. 24 തിരുവനന്തപുരം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ മേഘ രഞ്ജിത്തിനെ KPCC അധ്യക്ഷൻ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ ആശുപത്രിയിലെത്തിയായിരുന്നു സന്ദർശനം. പോലീസ് അതിക്രമത്തിന് ഇരയായ മേഘ രഞ്ജിത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും മുഖ്യമന്ത്രി ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നുവെന്നും K. സുധാകരൻ പറഞ്ഞു. ഒരു പെൺകുട്ടിയെ ഇതുപോലെ ഒരു പോലീസുകാർ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനുഷ്യത്വമുള്ള പോലീസായത്? അതൊരു മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ്. അദ്ദേഹം അന്ധനോ ബധിരനോ മൂകനമാണോ മുഖ്യമന്ത്രി? ഒരു പോലീസുകാരൻ ഒരു പെൺകുട്ടിയെ നിയമമനുസരിച്ച് ഒരു പെൺകുട്ടിയെ പോലീസുകാരി അല്ലാതെ പോലീസുകാരൻ പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ പാടില്ല. ഇവിടെ അടിച്ചത് അത്രയും പോലീസുകാരാണ്. എത്ര കുട്ടികളെ അടി, എത്ര പേർ ആശുപത്രി കിടക്കുന്നു ഇപ്പോഴും? എന്ത് നേടി പിണറായി വിജയൻ? നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. അടിയന്തര പ്രമേയമായി വിഷയമുന്നയിച്ച പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച ശേഷമായിരുന്നു നടപടികൾ ബഹിഷ്കരിച്ചത്. വസ്തുതകളല്ല പ്രതിപക്ഷം പറയുന്നതെന്ന് കുറ്റപ്പെടുത്തിയ ധനമന്ത്രി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. നവകേരള സദസ്സ് നടത്തി ആർഭാടം നടത്തുന്നതാണ് സർക്കാരിന്റെ മുൻഗണനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ചക്കിട്ടപ്പാറ വളയം സ്വദേശി ജോസഫിന്റെ ആത്മഹത്യ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. ധനമന്ത്രി KN ബാലഗോപാൽ പ്രതിപക്ഷവാദം നിഷേധിച്ചു. ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പുമായി 52,400 രൂപ ജോസഫ് കൈപ്പറ്റിയെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പ് കൂലിയുമായിട്ട് കൈപ്പറ്റിയത് 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സാർ, ഇത്രയും വിവാദം ഉണ്ടാക്കിയ പത്രം സാർ, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത കാര്യത്തെ തെറ്റായിട്ട് കേരളത്തെയും ഇന്ത്യയിലാകെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയുകയാണ് സാർ. എന്നിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ പറ്റി പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശിക എന്ന കള്ളക്കഥ പറയുകയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ്. 1000 കോടി രൂപ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിശ്ശികയായി കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. 18 മാസത്തെ കുടിശ്ശിക 1000 കോടിയാണോ സാർ? അങ്ങേക്കും കണക്കറിയാലോ. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ മുൻ സർക്കാരുകളുടെ ഇടപെടൽ ചൂണ്ടിക്കാണിച്ചായിരുന്നു പിന്നീട് ഭരണ പ്രതിപക്ഷ പോര്. AK ആന്റണി സർക്കാർ 30 മാസം കുടിശ്ശിക വരുത്തിയെന്ന് മന്ത്രി KN ബാലഗോപാലിന്റെ ആരോപണം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇടതു സർക്കാരുകളെന്നും മന്ത്രി.
ഇനിയും തുക വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം. ചോദിക്കുന്ന ചോദ്യത്തിനല്ല മറുപടിയെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പെൻഷൻ തുക മാത്രമല്ല സാധനങ്ങളുടെ വിലയും ഒപ്പം വർദ്ധിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. നിങ്ങളുടെ പ്രയോറിറ്റി ലക്ഷക്കണക്കിന് വരുന്ന മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്ത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതായിരിക്കണം. അത് തയ്യാറാണോ? അതാകുമോ നിങ്ങളുടെ പ്രയോറിറ്റി? അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് ശേഷം സഭയുടെ നടുത്തളത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പിന്നാലെ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. നിയമസഭാ കാര്യോപദേശക സമിതിയിൽ രൂക്ഷമായ വാക്പോരുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ബജറ്റ് തീയതി മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിലാണ് ഇരുവരും കൊമ്പ് കോർത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പ്രതിപക്ഷ സമരം തുടങ്ങിയ കാരണങ്ങളാൽ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ് അവതരണം. ഇത് ഫെബ്രുവരി 2-ലേക്ക് മാറ്റണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. ഫെബ്രുവരി 9 മുതൽ KPCCയുടെ ജാഥ ആരംഭിക്കും. ഈ പശ്ചാത്തലത്തിൽ സർക്കാർ സഹകരിക്കണമെന്നായിരുന്നു കാര്യോപദേശക സമിതിയിലെ പ്രതിപക്ഷ ആവശ്യം. നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അമ്മാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ടെന്നും മുഖ്യമന്ത്രിയുടെ താക്കീത്. ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചടി. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് കടുപ്പിച്ചു. ശേഷം പ്രതിപക്ഷം കാര്യോപദേശക സമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റ് അവതരണ ദിവസം മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചില്ലെങ്കിലും നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ഫെബ്രുവരി 15-ന് സമ്മേളനം അവസാനിക്കും. നേരത്തെ മാർച്ച് 27 വരെ സഭ സമ്മേളിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഫെബ്രുവരി 12 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ബജറ്റ് ചർച്ച നടക്കും. 15-ന് വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പ്രതിപക്ഷ ആവശ്യം തുടങ്ങിയവ പരിഗണിച്ചാണ് തീരുമാനം. 24 തിരുവനന്തപുരം. വിലവർധനയ്ക്കെതിരെ നിയമസഭയിലേക്ക് കാലിക്കലവുമായി മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. സപ്ലൈകോയിൽ സാധനങ്ങളില്ല, അരിവില വർധന എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി. CRPF-നെ ഉപയോഗിച്ച് Z+ സുരക്ഷ ലഭ്യമാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരായ SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്നാണ് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയത്. കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്കും DGPക്കും കൈമാറി. CRPF നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നിശ്ചയിക്കാൻ നാളെ രാജ്ഭവനിൽ അവലോകന യോഗം ചേരും. കേരള പോലീസ്, CRPF, രാജ്ഭവൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഗവർണർ റോഡിൽ പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രസേനയുടെ സുരക്ഷ. CRPF വന്നാലും പ്രതിഷേധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗവർണറെ ആക്രമിക്കാനാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. CRPF വന്നാലും ഗവർണറെ വിടില്ല എന്നാണ്. ഇതിന്റെ തലയ്ക്കെന്ത് തകരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവർണർ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കരിങ്കൊടി കാണിച്ച് വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ. ബംഗളൂരുവിൽ നിന്നുള്ള CRPFന്റെ 41 അംഗ പ്രത്യേക VIP സെക്യൂരിറ്റി സംഘമാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത്. ഗവർണർ രാജ്യത്തെവിടെ പോയാലും Z+ സുരക്ഷയൊരുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ബംഗാൾ മാൽഡ ഗസ്റ്റ് ഹൌസിൽ അനുമതി നിഷേധിച്ചു. യാത്രയുടെ ഭാഗമായുള്ള ഉച്ചവിരുന്നിനായി ജില്ലാ കമ്മിറ്റി അനുമതി തേടിയെങ്കിലും ലഭിച്ചില്ല. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അന്നേ ദിവസം ഗസ്റ്റ് ഹൌസിൽ എത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നിതീഷ് കുമാറിന്റെ NDA പ്രവേശനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിൽ പര്യടനത്തിലാണ്. മമതയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ തൃണമൂലും കോൺഗ്രസുമായുള്ള നേർക്കുനേർ പോരാട്ടം മറനീക്കി പുറത്തുവരികയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ പാർട്ടി ഭരിക്കുന്ന ബംഗാളിലും രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് വെല്ലുവിളികൾ ഏറെ. ബീഹാർ പര്യടനം കഴിഞ്ഞ് ഈ മാസം 31-ന് ബംഗാളിൽ തിരിച്ചെത്തുന്ന യാത്രയ്ക്ക് ഉച്ചവിരുന്ന് ഒരുക്കിയിരുന്നു. മാൾഡ ഗസ്റ്റ് ഹൌസിൽ ഉച്ചഭക്ഷണം ഒരുക്കുന്നതിനായി ജില്ലാ കമ്മിറ്റി അധികൃതരെ സമീപിച്ചെങ്കിലും അനുമതി നൽകിയില്ല. അതേ ദിവസം മമത എത്തുമെന്നാണ് വിശദീകരണം. മമത യാത്രയിൽ പങ്കെടുക്കില്ലെന്ന് ഉറപ്പായതോടെ കോൺഗ്രസ് ദേശീയ നേതാക്കളും തൃണമൂലിനെതിരെ വിമർശനവുമായി എത്തി. ബീഹാറിൽ പ്രതിപക്ഷ ഐക്യ സന്ദേശം യാത്രയിലൂടെ പ്രകടമാക്കാനിരുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ന് JDU ഇല്ല. സംസ്ഥാനത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളായ RJDയെയും
CPIM-നെയും CPI-യെയും ഒപ്പം നിർത്തുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. 24 ഡൽഹി. ബീഹാറിൽ തുടരുന്ന രാഷ്ട്രീയ നാടകം. ബീഹാറിലെ ബജറ്റ് സമ്മേളനം നീട്ടിവെക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. പുതിയ സർക്കാരിന്റെ മന്ത്രിസഭാ വികസനം പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ RJD സ്പീക്കർക്കെതിരെ NDA അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. നിതീഷ് വിരുദ്ധരെ കൂടെ നിർത്താൻ RJDയും കോൺഗ്രസും നീക്കങ്ങൾ തുടങ്ങി. ബീഹാറിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും വിജയിക്കുമെന്നും ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി 24നോട് പറഞ്ഞു. മന്ത്രിസഭ പൂർണ്ണമല്ലാത്ത സാഹചര്യത്തിലാണ് ഫെബ്രുവരി 5 ചേരാൻ മഹാസഖ്യ സർക്കാർ നിശ്ചയിച്ചിരുന്ന ബജറ്റ് സമ്മേളനം മാറ്റിവെക്കാനുള്ള NDA സർക്കാരിന്റെ തീരുമാനം. ഈ ആഴ്ച തന്നെ മന്ത്രിസഭാ വിപുലീകരണം പൂർത്തിയാക്കി പുതിയ തീയതി പ്രഖ്യാപിക്കും. സാമുദായിക സമവാക്യങ്ങൾ പൂർണ്ണമായും പാലിച്ചാകും മന്ത്രിസഭാ വികസനമെന്ന് NDA നേതൃത്വം അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വികസനമാണ് NDA സർക്കാരിന്റെ ലക്ഷ്യമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും വിജയിക്കുമെന്നും ബീഹാർ BJP അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൗധരി 24നോട് പറഞ്ഞു. बिहार के विकास को आगे बढ़ाना, एकदम 40 की 40 सीट जीतूंगा. ബീഹാറിൽ NDA സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ RJD അംഗമായ സ്പീക്കർ അവധ് ബിഹാരി ചൗധരിക്കെതിരെ NDA അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. നീക്കത്തെ സഭയിൽ നേരിടുമെന്ന് RJD വ്യക്തമാക്കി. നിതീഷ് വിരുദ്ധരായ ഉപേന്ദ്ര കുശ്വാഹ, ജിതൻ റാം മാഞ്ചി, മുകേഷ് സഹനി എന്നിവരെ കൂടെ നിർത്താൻ RJDയും കോൺഗ്രസും നീക്കങ്ങൾ ആരംഭിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര സംസ്ഥാനത്തെത്തും മുമ്പ് സർക്കാരിനെ അട്ടിമറിച്ച് രാഷ്ട്രീയ വിജയം നേടിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ BJP. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും വിജയിക്കുകയെന്ന വലിയ ലക്ഷ്യമാണ് ഇനി മുന്നിലുള്ളത്. കടുത്ത മത്സരം ഒരുക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെയും തീരുമാനം. പട്നയിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. നിതീഷ് കുമാറിന്റെ പിന്മാറ്റത്തോടെ ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷം. മുന്നണിയിൽ ചെയർമാനെ പ്രഖ്യാപിക്കാത്തതിനടക്കം തടസ്സം നിൽക്കുന്ന കോൺഗ്രസിനെതിരെ വിവിധ ഘടകകക്ഷികൾ രംഗത്തെത്തി. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച കാണിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നീക്കം. പുറമെ പ്രകടമായിട്ടില്ലെങ്കിലും നിതീഷ് കുമാറിന്റെ പിന്മാറ്റം ഇന്ത്യ മുന്നണിയിൽ വലിയ ആഭ്യന്തര ഭിന്നതകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ചെയർമാനെ പ്രഖ്യാപിക്കണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യത്തിന് തടസ്സം നിൽക്കുന്നത് കോൺഗ്രസാണ്. അഥവാ ചെയർമാൻ സ്ഥാനമുണ്ടായാൽ അത് കോൺഗ്രസിനെന്ന പരോക്ഷ സൂചനയുണ്ടായതോടെയാണ് നിതീഷ് പുറത്തു പോകുന്നത്. പുതിയ സാഹചര്യത്തിൽ NCP, SP അടക്കമുള്ള പാർട്ടികൾ ചെയർമാൻ പ്രഖ്യാപനം ഉടൻ വേണമെന്ന ആവശ്യമുയർത്തി രംഗത്തെത്തി. കോൺഗ്രസിന്റെ സമീപനം അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവരുടെ നിലപാട്. ഘടകകക്ഷികളെ കോൺഗ്രസ് വില കുറച്ചു കാട്ടുന്നുവെന്നും വിമർശനമുണ്ട്. ആം ആദ്മിയും കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആലോചന. ഹരിയാന, ഗോവ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അവഗണിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആം ആദ്മിയുടെ പരാതി. 24 ഡൽഹി. കൽക്കരി ഖനന കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ചോദ്യം ചെയ്യാനാകാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യാൻ ED സംഘം ഡൽഹിയിൽ എത്തിയെങ്കിലും ഹേമന്ത് സോറൻ വസതിയിൽ ഇന്നലെ രാത്രി വരെ ഹേമന്ത് സോറൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ED വൃത്തങ്ങൾ അറിയിച്ചത്. കേസിൽ ഈ മാസം 29-നും 31-നും ഇടയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED സോറന് സമൻസ് നൽകിയിരുന്നു. ഔദ്യോഗിക പരിപാടികൾക്കായി സോറൻ ഡൽഹിയിലെത്തിയപ്പോഴാണ് EDയുടെ നീക്കം. ED നടപടിയിൽ പ്രതിഷേധിച്ച് JMM ജാർഖണ്ഡിൽ റാലി നടത്തി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. മാത്യു കുഴൽനാടൻ MLAക്കെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്ത് റവന്യൂ വകുപ്പ്. ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിൽ ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് മിച്ച ഭൂമി കയ്യേറിയതിനാണ് നടപടി. ഹിയറിംഗിന് ഹാജരാകാൻ മാത്യു കുഴൽനാടന് ഉടുമ്പൻചോല തഹസിൽദാർ നോട്ടീസ് നൽകി. ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സർവേ പ്രകാരം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് MLAക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് കേസെടുത്തത്. അടുത്തയാഴ്ച ഹാജരാവാനാണ് നോട്ടീസ്. ഭൂമി കണ്ടുകെട്ടാതിരിക്കാൻ കാരണമെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്യുവിന് ഹിയറിംഗ് വേളയിൽ ബോധിപ്പിക്കാം. ഒരേക്കർ 23 സെന്റ് ഭൂമിയാണ് ആധാരത്തിലുള്ളത്. എന്നാൽ വിജിലൻസ് നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് 50 സെന്റ് അധിക സർക്കാർ ഭൂമി കണ്ടെത്തിയത്. സ്ഥലം വാങ്ങിയ ഘട്ടത്തിൽ അളന്നു നോക്കിയില്ലെന്നായിരുന്നു മാത്യുവിന്റെ വിശദീകരണം. 2008-ൽ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലമാണ് മാത്യു റിസോർട്ടിനായി വാങ്ങിയത്. 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ ആവർത്തിക്കുമ്പോഴും മാത്യുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് റവന്യൂ വകുപ്പ്. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ആലപ്പുഴയിൽ ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ തോട്ടപ്പള്ളി മേഖലാ പ്രസിഡന്റ് ജഗത് സൂര്യൻ അടക്കമുള്ളവരാണ് പിടിയിലായത്.
തോട്ടപ്പള്ളി സ്വദേശി നന്ദു ശിവാനന്ദാണ് മരിച്ചത്. തോട്ടപ്പള്ളി കുരുട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് നന്ദു ശിവാനന്ദുമായി സംഘർഷമുണ്ടായി. മടങ്ങിപ്പോയ ജഗത് സൂര്യനടക്കം 5 അംഗ സംഘം മാത്തേരി ആശുപത്രിക്ക് മുന്നിൽ വെച്ച് നന്ദുവിനെ ആക്രമിക്കുകയായിരുന്നു. ജഗത് സൂര്യനെ കൂടാതെ അർജുൻ, ഇന്ദ്രജിത്ത്, സഹോദരങ്ങളായ സജിത്, സജി എന്നിവരാണ് അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. തലയ്ക്ക് ഗുരുതര പരുക്കേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച നന്ദു ശിവാനന്ദനെ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ നന്ദു മരണമടയുകയായിരുന്നു. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം നിരോധിക്കാൻ ഉത്തരവിടണമെന്ന ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. വിദ്യാർത്ഥി സംഘടനകൾക്ക് അടിയന്തര നോട്ടീസ് അയക്കാനും ഉത്തരവായി. വിദ്യാർത്ഥി സംഘടനകളുടെ നിയമലംഘന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനാകില്ലെങ്കിൽ അവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി എത്തിയത്. ക്യാമ്പസിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും സർക്കാരടക്കം പരാജയപ്പെട്ടതിനാലാണ് എറണാകുളം മഹാരാജാസ് കോളേജിലടക്കം അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് ജാതി സെൻസസ് സാധ്യമല്ലെന്ന് കേരളം സുപ്രീം കോടതിയിൽ. കേന്ദ്രം സമർപ്പിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സെൻസസ് നടത്തുക അപ്രായോഗികമായതിനാൽ കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിക്കണം എന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാകുന്നു. ജാതി സെൻസസ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്രമാണെന്നും കേരളം വിശദീകരിച്ചു. ജാതി സെൻസസ് നീക്കങ്ങൾക്ക് തുടക്കത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ചുമപ്പ് കാർഡ് മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ചീഫ് സെക്രട്ടറിയുടെ നയം വ്യക്തമാക്കൽ. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ഒരു റോളുമില്ല. 102ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞു. സംസ്ഥാനങ്ങളിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്നവരെ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇതോടെ രാഷ്ട്രപതിക്ക് മാത്രമായി. സുപ്രീം കോടതിയും ഇത് ശരിവച്ചിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചു. കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് 2011 സെൻസസിന്റെ ഭാഗമായി കേന്ദ്രം ഡാറ്റ ശേഖരിച്ചിരുന്നു. കേന്ദ്രം വിവരശേഖരണം നടത്തിയ സാഹചര്യത്തിൽ പ്രത്യേകമായി സർവേ നടത്തേണ്ട എന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. ഇക്കാര്യവും ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. കേന്ദ്രം നൽകിയ റിപ്പോർട്ടനുസരിച്ച് കേരളത്തിലെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്തുക പ്രായോഗികമല്ലെന്നും സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുന്നു. സംവരണ പട്ടിക പരിഷ്കരിക്കാനുള്ള സാമൂഹിക സാമ്പത്തിക സർവേ പൂർത്തിയാക്കാൻ അനുവദിച്ച സമയപരിധി കഴിഞ്ഞ സാഹചര്യത്തിൽ സമർപ്പിച്ച ഹർജിയിലാണ് സംസ്ഥാനം നിലപാട് അറിയിച്ചത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം അനിവാര്യമെന്ന് CPIM സംസ്ഥാന ഘടകങ്ങൾ. ഒറ്റയ്ക്ക് നിന്നാൽ ജയസാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ സംഘപരിവാർ വിരുദ്ധ പാർട്ടികളുമായി സഖ്യം കൂടിയേ തീരുവെന്നാണ് ആവശ്യം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ നാളെ സമാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് 3 ദിവസം നീളുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട. ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയാത്തിടങ്ങളിൽ BJP വിരുദ്ധ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയാൽ ജയിച്ചു വരാമെന്ന നിർദ്ദേശം മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഘടകങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കർഷക സമരവും പ്രക്ഷോഭങ്ങളും സംഘടനാശക്തി കൂട്ടിയെങ്കിലും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സഖ്യം കൂടിയേ തീരുവെന്നാണ് നിർദ്ദേശം. കേരളത്തിന്റെ ഡൽഹി സമരവും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായി. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രാദേശിക കക്ഷികളുമായി കൂട്ടുചേർന്ന് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടണമെന്നാണ് തീരുമാനം. കേന്ദ്ര കമ്മിറ്റിയിലെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാകും അന്തിമ തീരുമാനം. 24, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രധാനം വിജയസാധ്യത തന്നെയെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്. കോട്ടയത്ത് നിലവിൽ ഒരാളുടെ പേരും നിർദ്ദേശിച്ചിട്ടില്ല. എന്നാൽ പൊതുരംഗത്തുള്ളവർക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹങ്ങൾ പറയാമെന്നും PC തോമസ് പറഞ്ഞു. തോമസ് ചാഴികാടന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള ചുവരിൽ UDF പ്രവർത്തകർ വോട്ട് അഭ്യർത്ഥിച്ച് എഴുതി. തൊട്ടു പിന്നാലെ ഇത് മായ്ച്ച് വോട്ട് അഭ്യർത്ഥിച്ച് LDFും ചുവരെഴുതി. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPI മുൻ നേതാവ് N ഭാസുരാങ്കന്റെയും മകന്റെയും ജാമ്യാപേക്ഷ തള്ളി. പ്രതികൾക്ക് ഡിജിറ്റൽ ഫോർമാറ്റിൽ കുറ്റപത്രം നൽകാൻ കൊച്ചി PMLA കോടതി അനുമതി നൽകി. അടുത്ത മാസം 5-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഭാസുരാങ്കന്റെ ഭാര്യ, പെൺമക്കൾ, മരുമകൻ എന്നിവർക്ക് ED സമൻസ് അയച്ചു. പ്രേക്ഷകരെ ചേർത്ത് നിർത്തി ചാനൽ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് 24. കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ജനസഞ്ചയമാണ്. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചരിത്ര നിമിഷം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ വർഷം മുതൽ നടപ്പാക്കാൻ പോകുന്ന കാരുണ്യ പദ്ധതികൾക്ക് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് തുടക്കം കുറിച്ചു. 24 അവതാരകരുടെയും ഫ്ലവേഴ്സിലെ ജനപ്രിയ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളുടെയും കലാപ്രകടനങ്ങൾ പരിപാടിക്കും മിഴിവേകി.
ലോകത്താദ്യമായി ഒരു വാർത്താ ചാനൽ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. അതിൽ പങ്കാളിയായി ചരിത്രത്തിന്റെ ഭാഗമായത് നിരവധി പേർ. കാണികൾക്ക് സമ്മാനമായി ആദ്യം വേദിയിലെത്തിയത് 24 അവതാരകരുടെ നൃത്താവിഷ്കാരം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ദേശലക്ഷ്യം വിവരിച്ച് ഫ്ലവേഴ്സ് MDയും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ. ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്തൊരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ പ്രത്യക്ഷമായി കാണാനും കാണാനും അവരോട് സംസാരിക്കാനും സമ്മതിക്കാനും ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുക സാധാരണഗതിയിൽ ഇത് നടക്കാത്തൊരു കാര്യമാണ്. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലൻ ഗോപാലനാണ് ചരിത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർക്ക് കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടി ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലൻ ഗോപാലൻ. റൂമിൽ ഉറുമ്പരിക്കുമ്പോൾ നാട്ടുകാരെടുത്തു കൊണ്ടുവന്ന് വിട്ട ആൾക്കാരാണ് 120ഓളം ആളുകൾ. ഇപ്പോൾ ചില ആൾ സുഖമായിട്ട് പോകുന്നുണ്ട്, ചില 5, 6, 8, 10 കൊല്ലത്തോളം താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 15 വർഷമായി ഞാൻ ആരംഭിച്ചിട്ട്. ഇന്നും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ആരും നോക്കാനുള്ള ആളില്ലെങ്കിൽ അവരെ നമ്മൾ നോക്കാം എന്നുള്ളതാണ്. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുവാണ്. 24 കണക്റ്റിന്റെ കാരുണ്യ പദ്ധതികൾക്ക് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് തുടക്കം കുറിച്ചു. പ്രളയം, ഒരുപാട് കെടുതികളും പലതും നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം 24ന്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത്തരം അവസരങ്ങളിലും അത് ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു വേദിയും കൂടിയാണ് ഈ 24 കണക്റ്റിനെ കാണുന്നത്. കഷ്ടതകളിൽ ആരും തനിച്ചല്ല എന്നോർമ്മപ്പെടുത്തി ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങാവാനുള്ള 24ന്റെ പദ്ധതി മലയാളി ചെയിന് തുടക്കമായി. ചെറുപ്രായത്തിൽ മാതാവിന്റെയും അനിയന്റെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന തിരുവനന്തപുരത്തെ നിഖിൽ വിനോദിനെ വേദിയിൽ ആദരിച്ചു. നിഖിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്ന് വേദിയിൽ 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ ഉറപ്പ്. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണത്. നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് നിഖിലിനെയാണ്. നിഖിലിനെ പോലെ എങ്ങനെ ജീവിതത്തിൽ നേരിടണമെന്ന് നിങ്ങൾ അവനെ കണ്ടുപഠിക്കണം. കുട്ടികളിൽ ഉണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ജനക്ഷേമം ലക്ഷ്യമാക്കി തുടങ്ങിയ പദ്ധതികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കുമെന്നും 24ന്റെ ഉറപ്പ്. സ്കൂളിലൊക്കെ 2ാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെ മെഡിസിൻ എടുത്തുകൊണ്ട് പോകുക, അവർ കൂടെ തന്നെ മെഷീനിലൂടെ മരുന്ന് കുത്തിവെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന അപകടകരമായ കാഴ്ചയിലൂടെ ഒരു 10 ലക്ഷം കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക് രോഗികളായി. അവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും 24 കണക്ട് നടത്തുന്നു. അവതാരകരും പ്രേക്ഷകരും തമ്മിലുള്ള ചാറ്റ് ഷോയും നവ്യാനുഭവമായി. പ്രേക്ഷകർക്കിടയിൽ വാർത്താമുറിയൊരുക്കി ന്യൂസ് ബുള്ളറ്റിൻ. ഓട്ടോമാറ്റിക് ഒരു വീൽചെയർ കിട്ടണം. നമ്മളൊരു വീൽചെയർ വാങ്ങിച്ചു തരും. പെർലത്ത് വീട് കിട്ടിയത് വലിയ സന്തോഷം. നമ്മുടെ ഇവിടെ വീട് കിട്ടിയ ആളാണ്. 100 വീടുകളിൽ ഒരെണ്ണം കിട്ടിയ ആളാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തി. ബീഹാറിൽ BJP പിന്തുണയോടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഫ്ലവേഴ്സ് 24 കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്താണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം അവസാനിച്ചത്. ഈ പരിപാടി വൻ വിജയമാക്കിയ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ടീം 24. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ലോങ് ലൈഫ്. കാലങ്ങളോളം നിൽക്കും. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.